പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ച് പറയണം, നമ്മുടെ നാടിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എനിക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ നാടിൻ്റെ മഹത്വം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിട്ട് വേറെ ഒരു നാട്ടിലോ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലോ പോയി ജീവിക്കുമ്പോഴായിരിക്കും. അങ്ങനെ തന്നെ ചിന്തിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. 1 ബില്യൺ കൂടുതൽ ആൾക്കാരുള്ള നമ്മുടെ മഹാരാജ്യത്ത് ഒരു 10-100 നല്ല പ്രതിഭകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ മൺകലവും വെങ്കലവും കൊണ്ട് സമാധാനപ്പെടുന്നു, തൃപ്തിപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് ഒരു മൺകലം അല്ലെങ്കിൽ ഒരു വെങ്കലം കിട്ടിയാൽ നമ്മൾ പത്രത്തിലും ടി വിയിലും ഒക്കെ അതിനെ ഒരുപാട് വാഴ്ത്തി സംസാരിക്കുന്നു. അതുപോലെ തന്നെ നടത്തത്തിൽ 10ാമതെത്തിയാലും അതിനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നു. മാധ്യമങ്ങളാവട്ടെ ഒരു വിജയത്തിനായി ഇങ്ങനെ കൊതിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലും നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ വാഴ്ത്തിപ്പാടുന്നത്. സത്യത്തിൽ ഇന്ത്യയിൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ സ്പോർട്സിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അധികമൊന്നും കാശോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നേട്ടമോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്തത്. ഇതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ്. ആ രാജ്യത്തിന് വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നവരാണ്, അതേ വർഗക്കാരാണ് നാണം കെടുന്നത്. എത്രയോ ചെറിയ രാജ്യങ്ങളായ ജമൈക്ക അല്ലെങ്കിൽ ക്യൂബ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ മെക്സിക്കോ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്വർണങ്ങളും വെള്ളികളും വെൺകലവും ഒക്കെ നേടുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾക്കിങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, 800 മീറ്റർ വനിതകളുടെ ഓട്ടത്തിൽ ഏറ്റവും പുറകിൽ വരുന്നത് ഒരു ഇന്ത്യക്കാരിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശരിയാണ്. ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്തത് ഒരു ഇന്ത്യക്കാരിയായിരുന്നു. മറ്റു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അത് ഉറപ്പാണ് അത് ഇന്ത്യക്കാരിയായിരിക്കുമെന്ന്. കളിയാക്കി പറഞ്ഞതാണ് എങ്കിലും അതാണ് അതിൻ്റെ വാസ്തവം. നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എന്തിനേയും നമ്മൾ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ രൂപത്തിൽ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ ഇത്രയുമുള്ള കത്തി കേട്ടതിന് അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ടതിന് നന്ദി, നമസ്കാരം.